ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനസ് വ്ലോഗ് 21 സ്വാഗതം. അങ്ങനെ തന്നെ പറയാം. അമ്മോ ഇൻട്രോ എടുക്കാൻ കഴിയുന്നില്ല, അവിടെ നോക്കുന്നുണ്ട് കുറേ ആൾക്കാർ. അപ്പം എന്നാലേ നമ്മൾ ഇൻട്രോ പറയും. ഇന്ന് അടിപൊളി വീഡിയോ ആണ് എടുക്കാൻ പോണേ. അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം. ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നവർക്ക് ആൻസർ പറഞ്ഞാൽ ഓൾക്ക് പ്രത്യേക തരം ഗിഫ്റ്റാണ് കൊടുക്കാൻ പോകുന്നത്. എന്താ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വീട്ടിൽ നിന്ന് കുറച്ച് ഏലക്കായ് കൊണ്ടുവന്നത്. കുറച്ച് ഏലക്കായ് ഉണ്ട് കയ്യിൽ. അപ്പോൾ നമ്മളിന്ന് ഏലക്കായാണ് ഗിഫ്റ്റായി കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഒരു പ്രത്യേക ഗിഫ്റ്റായിരിക്കും. ഏലക്കായ് തിന്നാൽ ഹാർട്ടിന് നല്ലതാണെന്നൊക്കെ പറയും നമ്മൾ കേട്ടോ. കുറച്ച് ഏലക്കായാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. പ്രത്യേക തരം ഗിഫ്റ്റാണ് കേട്ടോ. ഇതുവരെ ആരും ചെയ്യാത്ത മോഡലാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് ടീം ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ തന്നെ ചോദിച്ചു നോക്കാം. ഇവിടെ കുറച്ച് ടീം ഇരിക്കുന്നുണ്ട്. അച്ഛാ, ഞാൻ ഒരു ചെറിയൊരു യൂട്യൂബറാണ്. ഞങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആൻസർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഒരു അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊന്നും തളർത്തുകയും ചെയ്യരുത്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ അക്ഷയ സെൻറ്റർ ആദ്യമായിട്ട് ഏത് ജില്ലയിലാണ് വന്ന്? എന്താ ചെയ്യാ? ഇതിൽ ഒരാൾക്ക് മാത്രം പറയാം, എല്ലാവർക്കും പറയാം. എൻ്റെ മോനെ, അങ്ങനെയാണെങ്കിൽ അപ്പം എന്താ ചെയ്യാ? 14 ജില്ല ഉണ്ട്. എന്നാൽ ഓരോരുത്തർ ഓരോ ഇൻസർ പറഞ്ഞു. ഓപ്ഷൻ ഒന്നുമില്ല, നിങ്ങൾ ഓരോരുത്തർ പറഞ്ഞു. എനിക്ക് പറഞ്ഞു. എവിടുന്ന് പറഞ്ഞു? തിരുവനന്തപുരം. ആ, പാലക്കാട്. വയനാട്. പാലക്കാട്. കോഴിക്കോട്. മലപ്പുറമാണ് ശരി കേട്ടോ. ഏലക്കയാണ്. ചാനലിന്റെ പേര് അനസ് വ്ലോഗ് 21. സ്പെഷ്യലായിട്ട് ഇന്നെ കൊണ്ട് പറ്റുന്ന മാതിരിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവനാണ് കേട്ടോ ആൻസർ പറഞ്ഞത്. എൻ്റെ പേരെന്താ? അജ്മൽ. അപ്പോൾ നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണല്ലേ. അപ്പോൾ ഞാൻ പ്രത്യേക തരത്തിലുള്ള ചാനൽ കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ സപ്പോർട്ട് വേണം. ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ഓക്കെ, കാണാം. ഇനി അടുത്താളെ പിടിക്കട്ടെ. ഓക്കെ. ഇതിപ്പോൾ ഇടും 5 മണി. ഇതിനുള്ളിൽ കുറച്ച് ടീമുണ്ട്. ഇവിടെ ചോദിച്ചു നോക്കാം. ഗൈസ്, നിങ്ങളോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കൂ. നിങ്ങൾക്ക് ആൻസർ ഓരോ ആൻസർ പറയരുതേ. ഇവിടെ അക്ഷയ സെന്റർ ഇല്ലേ, അത് ആദ്യമായിട്ട് വന്ന ജില്ല ഏതാ? കോഴിക്കോട്. ഈ എവിടെ പറഞ്ഞേ? ആ, ഈ എവിടെ പറഞ്ഞേ? ഈ എവിടെ? മലപ്പുറം. നിങ്ങൾ മൊത്തം കൊണ്ടുപോയോ ഗിഫ്റ്റ്? ഏലക്കായ. ഓക്കെ ഗൈസ്, അവിടെ മൊത്തം ഏലക്കായ് കച്ചവടമായി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത വീഡിയോ എടുക്കാൻ പോകണം. നമ്മൾ പൊളിക്കാൻ പോവാണ് ഗൈസ്. പൊളിക്കാൻ പോവാണ്. ഇനി ഏലക്കായ് ഇല്ല കേട്ടോ. ഏലക്കായ് മൊത്തം അവിടെ തീർന്നു. ഏലക്കായ് മൊത്തം ഒരു തീർത്ത്. ഏലക്കായ് ഒരു പാക്ക് ഇറക്കണം, എന്നാലേ നമുക്ക് പരിപാടി നടക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ കഴിക്കാം. നിങ്ങൾക്ക് ബെസ്റ്റ് ഉണ്ടോ? അതെന്താ ബെസ്റ്റ് ഇല്ലാത്ത? താല്പര്യമില്ല ശരിക്കും. എനിക്ക് തീരെ ബെസ്റ്റ് ഇല്ല. എനിക്കും ഇല്ല. ഓക്കെ, ഓക്കെ. എടാ, എനിക്ക് ബെസ്റ്റ് ഉണ്ടോ? എനിക്കില്ല. ആർക്കാ ബെസ്റ്റ് ഇല്ലാത്ത? വേഗം പറയും. ആർക്കും ഇല്ല. ഞാൻ പോയി. ചാറ്റ. ഗൈസ്, ഇവിടെ ആർക്കും ബെസ്റ്റ് ഉണ്ടോ? നമ്മൾ തൊള്ളത് തോന്നുന്നു അപ്പം ചോദിക്കട്ടോ. ഓക്കെ. കുറച്ച് അവിടെ മൊത്തം ക്രൗഡേന്. ആ ക്രൗഡിൻ്റെ ഉള്ളിൽ നിന്ന് ഏലക്കായ് മൊത്തം കൊടുത്ത് മോനെ ബസ്സുകാരന് എന്തോണ അടിക്കുന്നത്? ബസ് മൊത്തം തന്നെ നോക്കണത്. അപ്പോൾ നമ്മൾ പ്രത്യേക തരത്തിലാണ് ചാനൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ച് ആൻസർ പറയുമ്പോൾ നമുക്ക് മുട്ടായി ഒന്നും കൊടുക്കാനില്ല. നമ്മളതിൽ ഉള്ള ഏലക്കായ് മൊത്തം അവിടെ കൊടുത്ത് ചേമ്പ് എന്ത് ചെയ്യാനപ്പോൾ? ഏലക്കായ് തീർന്നു. ഇനി ഏലക്കായ് ഉണ്ടോ നോക്കട്ടെ. മോനെ, ഒരു ഏലക്കായ് പോലും ഇല്ലല്ലോ. സീനായല്ലോ.
ഞാനാണ് ആകെ ഒരു 8 ഏലക്കായ കൊണ്ടുവന്നത്. ഇനി ഇവിടെ ചോദിച്ചു നോക്കാം. ഓക്കെ, ഞാൻ ഒരു ചെറിയ യൂട്യൂബറാണ്. ഞാൻ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അല്ല അങ്ങനെ പറയല്ലേ. ഞാൻ ഒരു യൂട്യൂബറാണ്. ഈ അക്ഷയ സെൻ്റർ ഇല്ലേ, അത് വന്നത് ഏത് ജില്ലയിലാ? പറയ്. വേം പറ. മലപ്പുറം ശരിയുള്ള ആൻസറാണ്. അപ്പോൾ എൻ്റെ പേരെന്താ? രണ്ടാളും പറഞ്ഞു മലപ്പുറം ശരിയാണ്. അപ്പം എൻ്റെ പേരെന്താ? സമ്മാനം ഞാൻ അവിടെ കുറേ കൊടുത്ത് തീർന്ന്. അത് നിങ്ങൾ ഇവിടുന്ന് പോകാൻ പറഞ്ഞില്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസർ എന്നാ പിന്നെ വേറെ പ്രത്യേക ഗിഫ്റ്റ് ഉണ്ട്. ഒരു പൂവുണ്ട്, എന്നാ വെച്ചോ. ഗൈസ് ഒരു പൂവ് എടുത്ത്. ഓക്കെ, എന്നാ പോയി. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21 സ്പേസ് കൊണ്ടാണ്ട് അടിച്ചാൽ മതി. ഓക്കെ, എൻ്റെ പേരെന്താ? അജ്മൽ. എൻ്റെ പേരെന്താ? ഷഹൽ. എൻ്റെ പേരെന്തീനി? നാസിമ. ഓക്കെ, എൻ്റെ പേരെന്താ? ഇതാണ് കേട്ടോ ആൻസർ പറഞ്ഞ ജിത. ഓക്കെ, നിത. ഓക്കെ, നിത. ഓക്കെ ടാറ്റ. അവിടെ ഒരു പൂവ് കൊടുത്ത് ഇനി നമുക്ക് ഒരു പൂവും കൂടി ഉണ്ട് കേട്ടോ. ഒരു പൂവും കൂടി കൊടുക്കാണ്ട്. 2 പൂവ് എടുത്ത്. ഹായ് മച്ച. ഹായ് ബ്രോ. അങ്കി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അങ്കി എവിടെ പോകാനാ ഏറ്റവും ഇഷ്ടം? ഈ ട്രിപ്പൊക്കെ പോകുമ്പോൾ അങ്ക് എവിടെ പോകാനാ ഏറ്റവും ഇഷ്ടം? തണുപ്പുള്ള സ്ഥലത്ത്. തണുപ്പുള്ളതെന്ന് പറയുമ്പോൾ അങ്ക് തണുപ്പ് എവിടെയൊക്കെ എൻ്റെ ഒരു മനസ്സിൽ തണുപ്പുള്ള സ്ഥലം? കുറച്ച് ഉറക്കെ പറഞ്ഞോ. കാശ്മീർ. അപ്പോൾ കാശ്മീർ എന്തായാലും പോട്ടോ. പോയി വന്ന് കാശ്മീരൊക്കെ പോയി വന്നിട്ടാണ്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് പറയണ്ടേ. ഗിഫ്റ്റ് നമ്മൾ അടുത്ത വീഡിയോയിൽ തരാം കേട്ടോ. ഓക്കെ ടാറ്റ. ഗിഫ്റ്റ് തീർന്നു പോയി. എന്തിയാ മോനെ, എന്താ പറഞ്ഞേ? ഹലോ ഗായ്സ്. എന്താ എൻ്റെ പേരെന്താ? കേക്കോ? ഷഹീദ്. ഓക്കെ. സബ്സ്ക്രൈബറാ? അപ്പൊ എന്റെ ചാനലിന്റെ പേരെന്താ? പറ. അതെ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എടാ ഇവിടെ ഏറ്റവും പ്രാങ്ക് ഷോ ഒക്കെ എടുക്കാൻ പറ്റിയ അങ്ങോട്ട് പോകണോ? അല്ല ഇതിൻ്റെ ഉള്ളിൽ കയറണോ? ഇത് പോലീസ് സ്റ്റേഷനല്ലേ? അതിനുള്ള പോകണ്ട. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നല്ല പോലീസ് സ്റ്റേഷന് മുന്നേ ഈ വനിതാ പോലീസ് സ്റ്റേഷന് എവിടെയാണ് ഫസ്റ്റ് വന്നത്? പറ. എടാ വനിതാ പോലീസ് സ്റ്റേഷനില്ലേ? എടാ പറഞ്ഞ് നമുക്ക് തെറ്റിയാലും കുഴപ്പമില്ല. ഓല വെറുതെ വിടാം. ഞങ്ങൾ വിട്ടോ. ഓല വിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറെ ചാനലിന്റെ പേര് അനസ് വ്ലോഗ് 21. എൻ്റെ പേരെന്താ? അനസ് വ്ലോഗ് 21. അതെ, ഞാൻ പറഞ്ഞൊക്കെ തിരിച്ചെടുത്തു. ഓക്കെ. അത് തിരിച്ചെടുക്കാൻ കഴിയില്ല. ഞാൻ എഡിറ്റ് ചെയ്യില്ല. തീരെ എഡിറ്റ് ചെയ്യില്ല. എഡിറ്റിങ് പരിപാടിയൊന്നുമില്ല. ഇത് പ്രത്യേക തരത്തിലാണ് ചാനൽ കൊണ്ടുവരണേ. നിങ്ങൾ കണ്ടിട്ടേ ഇല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞേ. ഞാൻ ആരാന്നറിയോ? ഇന്നെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഡാബ്സിൻ്റെ ഒക്കെ ഒരു കട്ടുണ്ടോ? ഞാൻ ഡാബ്സിൻ്റെ അനിയനാ പറഞ്ഞ വിശ്വസിച്ചു. അതാ പറഞ്ഞേ. അങ്ങക്ക് ഇന്നെ കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തളർത്തുന്നുണ്ട്. എടോ ഞാനില്ലേ, സംഭവം എന്താ അറിയോ? ഒരു തരികിട പ്രോഗ്രാം എടുക്കുക. ഞാൻ ഒരു പ്രാങ്ക് ഷോ എടുക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ വീട്ടിലെത്തിയിട്ട് ചാനൽ നോക്കിക്കൊണ്ട് അനസ് വ്ലോഗ് 21 ചാനലിൻ്റെ പേര്. ഗൈസ് ഇവരോട് തുറന്ന് പറഞ്ഞു, ഇനി ഇവരെ വിഷമിപ്പിക്കാൻ വയ്യ. ഞങ്ങൾ വിട്ടോ. നിങ്ങൾ സ്കൂൾ വിട്ടല്ലേ, വീട്ടിൽ പോയിക്കോ. ഗൈസ് നമ്മൾ ഇനി ഇവിടെ ചോദിക്കാം. എടി ഇങ്ങോട്ട് നോക്കുമോ? ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വന്നാ. നിങ്ങൾ ഈ പോലീസ് സ്റ്റേഷനില്ലേ, വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെ ഫസ്റ്റ് വന്ന്? അറിയില്ല? എൻ്റെ പേരെന്താ? എന്നാൽ ഞാൻ ആൻസർ പറയാൻ പോവാണ്. ഈ കോഴിക്കോടാണ് വനിതാ പോലീസ് സ്റ്റേഷന് ഫസ്റ്റ് ആയിട്ട് വന്നത്. ഓക്കെ ടാറ്റ. ക്വസ്റ്റ്യൻ ചോദിച്ച് ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുത്തിന് ഞാൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി തീവ്രത പോളാ സീന്. നമുക്ക് അന്ന് ഈ സൈഡിലേക്കാണ് പോയെങ്കിൽ നമ്മൾ ഇപ്പുറത്തേക്ക് പോവാം. അവിടേക്ക് മാനാഞ്ചിറ സ്ക്വയർ ഫുള്ള് ഇന്ത്യക്കാരായിരിക്കും. നമ്മൾ പോയേക്കൊന്ന് മാനാഞ്ചിറ സ്ക്വയറിലൊന്ന് കയറി നോക്കാം. ഗൈസ് ഇപ്പം തന്നെ ഞാൻ
ലോക്കായി എന്നല്ല, മറ്റേ വേർത്ത് കുളിച്ച് വെയ്യ. ഇത് ഇങ്ങനെ ചില്ലറ പരിപാടിയല്ല ഈ വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞാല്. അപ്പൊ നിങ്ങള് മാക്സിമം ലൈക്ക് ഓണടിച്ചിട്ട് വെറുപ്പിക്കുന്ന ബസ്സുകൾ. അപ്പോൾ ഇത് നമ്മളെ കമ്മീഷണർ ഓഫീസാണ്. എനിക്കറിയില്ല ഇനി അന്ന് ഞാൻ ഒരു ദിവസം വ്ളോഗ് എടുത്ത് വന്നപ്പോൾ ഇതിൻ്റെ ഉള്ളോട്ടൊക്കെ ഞാൻ കയറിപ്പോയിന്. ഇത് കമ്മീഷണർ ഓഫീസാണുള്ളത്. പിന്നെ എനിക്ക് മനസ്സിലായത് ഈ കാണുന്നത് കമ്മീഷണർ ഓഫീസാണ്. അപ്പോൾ എനിക്കറിയാണ്ട് അന്ന് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിപ്പോയിന് വ്ളോഗ് എടുത്തിട്ട്. അപ്പോൾ നമ്മൾ മാനാഞ്ചിറ സ്ക്വയറിലേക്കായിട്ടൊന്ന് കയറാൻ പോണേ. ഓക്കെ, ബസ്സൊക്കെ ഇപ്പോൾ ഇടിക്കും. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നടക്കാം. മാനാഞ്ചിറ സ്ക്വയറിൽ ഇപ്പോൾ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ അവനും ഭായിമാരാ. ഇത് മൊത്തം അറിയില്ല. മലയാളീസാന്ന് വിചാരിച്ച് പോകുമ്പോൾ ഫുൾ ഭായിമാരായിരിക്കും ഉണ്ടാവുക. പിന്നെ കുറേ കപ്പിൾസ് പരമായിട്ടേക്ക് വന്നിട്ടുണ്ടാവുക. പിന്നെ ഓലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ എന്തിനാ ഒരാൾക്ക് ബുദ്ധിമുട്ടാക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യം കയറിയപ്പോൾ മൊത്തം ഭായിമാരായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ വെച്ചോ. എടാ അതിനൊരു ക്വസ്റ്റ്യൻ വയ്ക്കട്ടെ, ഇഷ്ടം പോലെ വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ അക്ഷയ സെൻറ്റർ ഏറ്റവും ഫസ്റ്റ് വന്നത് ഈ 14 ജില്ലകളിൽ ഏത് ജില്ലയിലാണ്? പറയ് 14 ജില്ലയില്ലേ? ഇതിപ്പോ ഈ ഏത് ജില്ലയിലാണ് നിൽക്കണേ? കോഴിക്കോട്. അങ്ങനെ 14 ജില്ലകളുണ്ട്. അതിലേത് ജില്ലയിലാ അക്ഷയ സെന്റർ വന്നേ ഫസ്റ്റ്? ഇവരൊക്കെ മുട്ടി നിൽക്കുകയാണ്. ഇത്തരം പോലെ അക്ഷയനെ കുറിച്ച് പോലും അറിയാത്തവരവര്, അക്ഷയ സെന്റർ പോലും അറിയാത്തവര്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കേണ്ടി. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വലിയൊരു ഗിഫ്റ്റ് ഉണ്ട്. നിങ്ങൾ പറയും. ഇത്ര ടൈമൊന്നും ഒരാളും തരില്ല കേട്ടോ. ഞാനായതുകൊണ്ട് ഇത്ര ടൈം തരുന്നേ. ഇത് നമ്മൾ സ്പെഷ്യലായി നടത്തുന്ന ചാനലാണ്. ക്ലൂ ഒന്നുമില്ല. ഇത് ഈ ഇപ്പം എത്രയിലാണ് പഠിക്കണേ? ഡിഗ്രി പഠിക്കുന്ന ഒരാൾക്ക് അക്ഷയ സെന്റർ ഫസ്റ്റ് വന്നാൽ അറിയില്ല എന്ന് പറഞ്ഞാൽ വാട്സാപ്പിന് ഇതേർ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് വിട്ടുണ്ടോ എടി? ഹലോ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനാ? പോണോല് പോട്ടെ, നമ്മൾ വേറെ കുറേ ടീമുകളുണ്ട് അവിടെ. തിരുവനന്തപുരം. അപ്പോൾ ഉത്തരം റോങ് ആൻസർ ആണ്. മലപ്പുറം എന്നാണ് ശരിയായ ഉത്തരം. അപ്പോൾ ഞാൻ ആര് പറയുമ്പോൾ പറഞ്ഞു കൊടുത്തോ കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേരെന്താ? സുറൈ ആണ് ഉത്തരം തെറ്റിച്ച് പറഞ്ഞത്. ഓക്കെ ആണല്ലേ? ഓങ്ക് ഉത്തരം അറിയുന്നത് പറയാനിട്ടാണ് പറയുന്നത്. ചാനൽ അനസ് വ്ലോഗ് 21. ഓക്കെ ഒട്ട്. ഹലോ നിക്ക്. ഈ അക്ഷയ സെന്റർ ഇല്ലേ ഫസ്റ്റ് വന്ന ജില്ല ഏതാ? അറിയില്ല? ഞാൻ പറഞ്ഞു തരട്ടെ. മലപ്പുറത്താണ് ഫസ്റ്റ് വന്നത്. ഓക്കെ, എൻ്റെ പേരെന്താ? അല്ല, നിങ്ങളെ പേരെന്താ? ഇത് തെറ്റി. ഓക്കെ എൻ്റെ എന്നൊക്കെ വിളിച്ചു പോണ തെറ്റി പോകണോ? എനിക്കങ്ങനെ ഒരാളെ ആയിട്ട് സംസാരിക്കേണ്ട രീതി പഠിച്ചു വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വരുന്നൊരു യൂട്യൂബറായിട്ടാണ് അങ്ങനെ വന്ന് പറഞ്ഞു പോകണം കേട്ടോ. ഹലോ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ അക്ഷയ സെൻറ്റർ ഫസ്റ്റ് ടൈമായിട്ട് വന്ന ജില്ല ഏതാ? ഈ 14 ജില്ലയിൽ ഏത് ജില്ലയിലാണ് വന്നേ? ഏത് ജില്ലയിലാണ് ഫസ്റ്റ് ടൈമായിട്ട് അക്ഷയ സെൻറ്റർ വന്നേ? അറിയോ? അറിയില്ല? എന്നാൽ ഞാൻ പറഞ്ഞു തരട്ടെ. ഈ എന്താ പറഞ്ഞെടുത്ത്? അക്ഷയ സെൻറ്റർ ഇല്ലേ ഫസ്റ്റ് ടൈമായിട്ട് വന്ന ജില്ല ഏതാ? കോഴിക്കോടല്ല. പത്തനംതിട്ട. 2 റോങ് ആൻസർ ആണ്. മലപ്പുറത്താണ് ഫസ്റ്റ് ടൈമായിട്ട് വന്നത്. ഓക്കെ പോയി. എൻ്റെ പേരെന്താ? ഫസ്നെ ക്രഷി. എല്ലാ പേരെന്താ പറ? എൻ്റെ പേരെന്താ? ഹിഷ. ഓക്കെ, എൻ്റെ പേര് അനസ് വ്ലോഗ് 21 എന്നാട്ടോ ചാനലിൻ്റെ പേര്. ഓക്കെ, ചേട്ടാ. എൻ്റെ മോനെ ആർക്കും അക്ഷയ സെൻറ്റർ അറിയില്ല. അതെന്നെ പിടിക്കുക. ക്വസ്റ്റ്യനെ മാറ്റി പിടിക്കുന്നില്ല. പിന്നെ ദാദാഭായ് നവറോജി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനൊക്കെ ഉണ്ട്. അതെനിക്ക് പറയാൻ കിട്ടൂല. ദാദാഭായ് എന്നുള്ള വല്ലഭായ് പട്ടേൽ എന്നൊക്കെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ വിഷയമാണ്. എടാ മച്ചാ, ഈ അക്ഷയ സെൻറ്റർ ഇല്ലേ അത് ഫസ്റ്റ് ടൈമായിട്ട് വന്ന ജില്ല ഏതാ? ഇത് എത്രയിലാണ് പഠിക്കണേ? സിവിലിന്. അങ്ങനെയാണ് ഞാൻ ഉത്തരം പറഞ്ഞുതരാം. മലപ്പുറത്താണുണ്ടോ ഫസ്റ്റ് വന്ന്? ഞാൻ ആര് ചോദിച്ചാൽ പറഞ്ഞെടുത്തോണ്ടി. ഓക്കെ, എൻ്റെ പേരെന്താ? ബിലാൽ. ഓക്കെ ശരി ഗൈസ്. ഇവിടെ തന്നെ നിൽക്കാം. ഇവിടെ നിന്നാൽ ഫുൾ ടീംസ് വരുന്നുണ്ട് ഗൈസ്. പറയില്ല, പറഞ്ഞു കൊടുക്കല്ലേ.
ഒന്നു നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഉത്തരം പറയൂ. ഉത്തരം പറഞ്ഞ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് ഞാൻ പറയില്ല, അത് ഉത്തരം ശരിയാണെങ്കിൽ ഗിഫ്റ്റ് തരും. അക്ഷയ സെന്റർ ഇല്ലേ, ഫസ്റ്റ് ടൈമായിട്ട് വന്ന ജില്ല ഏതാ? കോഴിക്കോടല്ല. അപ്പം എൻ്റെ ഉത്തരം തെറ്റി. ഇനി ഞങ്ങൾക്ക് പറയാൻ ഓപ്ഷൻ ഇല്ല, ഞങ്ങൾക്ക് പറയാം. തിരുവനന്തപുരം അല്ല, മലപ്പുറത്താണ് ഫസ്റ്റ് ടൈമായിട്ട് വന്നത്. ഓക്കെ, ഇനി വിട്ടോ. ഓക്കെ അവർ പോയി. അതോ ഒരേ ടീം അതിലൊക്കെ ഇങ്ങനെ ഓടി പോകുന്നുണ്ട്. അവരൊക്കെ ഓടി പോണം. ഇന്ത്യ മോനെ. എടി, ഇന്റെ ചാനലിന്റെ പേരെന്താ അറിയോ? നിങ്ങളെ ഫേമസ് ആക്കണോ? നിങ്ങളെ പേരെന്താ? ഹുദ. എൻ്റെ പേരെന്താ? നീ അവലെ ഫേമസ് ആക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ ഈ തൊപ്പിയൊക്കെ ഈ ചാനൽ കാണുകയാണെങ്കിൽ എന്റെ ചാനൽ തൊപ്പി കാണുന്നുണ്ട്, ഡാബ്സി ഇവലൊക്കെ കാണുന്നതാ. അത് സാരില്ല. അതെ, ഞാൻ ഇന്നെ കണ്ട ഡാബ്സിന്റെ ലുക്ക് ഉണ്ടോ? ഞാൻ ഡാബ്സിന്റെ അനിയനാ ശരിക്കും. എന്റെ പേരെന്താ അറിയോ? എന്റെ പേര് അപ്പൊ ഇത്രയും നേരം പിന്നെ എന്താ പറഞ്ഞിനി? അനസ്. ഓക്കെ. ഞാൻ ഡാബ്സിന്റെ അനിയനല്ലേ. ഇത് ചെറിയ തരികിട പ്രോഗ്രാം, ഈ പ്രാങ്ക് ഷോ ഒക്കെ അറിയില്ലേ, അത് ഇന്നെ കൊണ്ട് പറ്റണ മാതിരി ഞാൻ ചെയ്യണേ. ഓക്കെ. അപ്പൊ എന്റെ ചാനൽ കിട്ടിയില്ലേ? അതെന്തായാലും വരും. ഞാൻ കോഴിക്കോട് സ്ഥലം ഇവിടെ തന്നെ. അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് വരുന്നുള്ളൂ, കുറേ കാലം ഇതൊന്നും ഇല്ലാത്ത രീതിയിലേന്. ഓക്കെ എന്നാ നടന്നോ, എനിക്ക് വീഡിയോ എടുക്കാണ്ട്. ഗൈസ്, അതൊക്കെയാണ് സ്ഥിതി. ഇനി നമ്മൾ കുറച്ച് പേര് റെസ്റ്റ് എടുക്കാം. നിങ്ങൾ പൊയ്ക്കോ. ഓല് പോയി. ഗൈസ്, ഇനി ക്വസ്റ്റ്യൻ ചോദിച്ച് മടുത്ത്. ക്വസ്റ്റ്യനെ നടക്കൂല, ഞാൻ പ്രാങ്ക് ചെയ്യാൻ പോവാം. വളരെ അതിമനോഹരമായ പ്രാങ്കാണ് ഇനി ചെയ്യാൻ പോണത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് അടിക്കാണ്ട് കാണാം. അല്ലെങ്കിലും ആരും സ്കിപ്പ് അടിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അത് നിങ്ങൾ തെറ്റിക്കരുത്. ആരോ വിളിക്കുന്നുണ്ട് ഫോണിലേക്ക്. നമ്മളെ ചങ്ക് ബ്രോ വിളിക്കുന്നുണ്ട്. ഹലോ ബ്രോ, പറയൂ. ഞാനിപ്പോൾ മാനാഞ്ചിറയിലാണ് ഉള്ളത്. ഇപ്പോൾ കയറും. ഓക്കെ. എന്നാൽ കട്ട് ചെയ്തോ. വീഡിയോ എടുക്കുമ്പോൾ ഒരാൾ എന്നെ വിളിക്കരുത് കേട്ടോ. ഞാൻ ഈ ഫോൺ എന്നെ ഫ്ലൈറ്റ് മോഡലിൽ വെച്ചാ, അതാകുമ്പോൾ വീഡിയോ കട്ടായി പോകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ചങ്ങോട്ട് നടക്കാം. നടന്നു പോവാം. ലുക്കൊക്കെ ഓക്കെ അല്ലേ? ആർക്കെങ്കിലും എന്നോട് ക്രഷൊക്കെ അടിച്ചാലോ? പറയാൻ പറ്റൂല. ഇതിപ്പോൾ ഞാൻ എവിടെയാണെന്നറിയോ? മാനാഞ്ചിറ സ്ക്വയറിൻ്റെ അടുത്താണുള്ളത്. മാനാഞ്ചിറ സ്ക്വയർ ഇപ്പുറത്താണെങ്കിൽ ഞാൻ നേരെ അതിൻ്റെ ഓപ്പോസിറ്റാണുള്ളത് വീഡിയോ എടുക്കാൻ. എൻ്റെ മോൻ, അവിടെ എന്താണ് ഈ സ്കൂൾ വിട്ട മാതിരി ക്രൗഡ്. ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി നടക്കാൻ പോവാം. പറ്റുമോ നോക്കി? പറ്റും. ഉണ്ട്. ഓല ഈ വീഡിയോയിൽ കാണിക്കണം എന്നാണ് പറയുന്നത്. ഇതാണ് ഗൈസ്. നമ്മളെ ക്ലാപ്പ് അടിച്ച് അങ്ങോട്ടേക്ക് എന്തായാലും പോട്ടോ. ഓല എന്തായാലും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. എടോ ഓടല്ലേ, മെല്ലെ പോയിക്കോ. എടോ ഗൈസ്, മാനാഞ്ചിറ സ്ക്വയറിലേക്ക് കയറിയല്ലോ. കയറി മാനാഞ്ചിറ സ്ക്വയറിൽ പോയി 2 ക്വസ്റ്റ്യൻ ചോദിച്ചു വരാം. സ്ക്വയറിൽ കയറി 2 ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ് കേട്ടോ. എടാ മച്ച, ഞാൻ ഒരു ചെറിയ യൂട്യൂബറാ. ഞാൻ അപ്പുറത്തുനിന്ന് എടുക്കാം. നിങ്ങളെ കാണാൻ നല്ല വൃത്തിയില്ല, പോരാ. അപ്പുറത്തുനിന്ന് എടുക്കാം. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകണം കേട്ടോ. ഈ അക്ഷയ സെന്റർ ഇല്ലേ, ആദ്യമായിട്ട് വന്ന ജില്ല ഏതാ? അക്ഷയ. വേഗം പറയും, എനിക്ക് സമയമില്ല. കോഴിക്കോട്. തിരുവനന്തപുരം. അവിടെ കൊല്ലം. ഫുള്ള് തെറ്റാ. മലപ്പുറത്താണ് വന്നത്. നിങ്ങൾ മലപ്പുറത്ത് വന്ന് ഫസ്റ്റ് മലപ്പുറമല്ലേ പറയണ്ടി? ഓക്കെ അത് പ്രശ്നമില്ല, നമ്മൾ അടുത്തിൽ റെഡിയാക്കാം. ഗൈസ്, പോയി. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ അടുത്ത ടീമിനെ പിടിക്കാൻ പോവാം. ഓക്കെ ഗൈസ്, ഇവിടെ ആർക്കും ഈ ഉത്തരം അറിയില്ല.
അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു അടിപൊളി ടീം കോസ്റ്റ്യൂം ഡ്രസ്സ് ഇട്ട് വരുന്നുണ്ട്. ഓലെ പിടിക്കാൻ പോകണം കേട്ടോ. ഓക്കെ എടാ മച്ചാ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റൂലേ? എന്നാൽ മൂന്നാൾക്ക് ആൻസർ വരാട്ടോ. ഈ അക്ഷയ സെൻറ്റർ ഇല്ലേ, അത് ഫസ്റ്റ് ടൈമായിട്ട് വന്ന ജില്ല ഏതാ? അറിയില്ല. ഉത്തരം എന്താ അറിയോ? മലപ്പുറം എന്നാണ് ഉത്തരം. അപ്പോൾ നിങ്ങൾ വേറെ ആരെങ്കിലും യൂട്യൂബർ ഈ ക്യാമറയും പിടിച്ച് വരികയാണെങ്കിൽ അല്ല, ഞാൻ കോഴിക്കോട്. ഓക്കെ പോട്ടെ. പിന്നെ ഇന്നെ സപ്പോർട്ട് ചെയ്ത് തരണം. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21 എന്നാണ്. നിങ്ങളെ പേരെന്താ? അമൃത് ദേവ്. എൻ്റെ പേര് അശ്വന്ത്. ഓക്കെ ടാറ്റ. ഓക്കെ ബൈ. അങ്ങനെയാണെങ്കിൽ എൻ്റെ മോന മച്ച ഇവിടെ ഫുള്ള് പുഴകളാട്ടോ. അല്ല പുഴയല്ല, മറ്റേ ഈ മാനേജർ കായൽ. അപ്പോൾ ഇങ്ങനെ പോവാണെങ്കിൽ ഗൈസ്, പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ക്യാമറ എടുത്ത് വരുമ്പോൾ കുറേ ടീം ഓടിപ്പോവാം. ഇവിടെ ഒരു വ്ളോഗ് എടുക്കാൻ പോകണം കേട്ടോ. ഇതാ ഇവിടെ ഇതുപോലെ ഓടുമെന്നറിയില്ല. എൻ്റെ പേരെന്താ? നിയാല്. യോ എൻ്റെ പേരെന്താ? എന്ത്? മൊമ്മീദ്. ഞങ്ങൾ രണ്ടവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓന്താ ഓടുന്നത്? എടാ കുറേ ടീം ഞാൻ ക്യാമറ എടുത്ത് വരുമ്പോൾ ഓടുക. എന്താ ഓടിയാനൊന്ന് വിളിക്ക്. ഇതവനൊക്കെ കണ്ടില്ല ഓടാണ്ട് അവിടെ നിൽക്കണത്. എന്താ ക്വസ്റ്റ്യൻ എന്താ അറിയോ? ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? അക്ഷയ സെന്റർ ഫസ്റ്റ് ടൈമായിട്ട് വന്ന ഏത് ജില്ലയിലാ? അക്ഷയ സെന്റർ ഫസ്റ്റ് ടൈമായിട്ട് വന്ന ജില്ല ഏതാ? എല്ലാരും ഓലൊക്കെ ഉണ്ട്. ഞാൻ എല്ലാരും പങ്കെടുക്ക. വേഗം പറയും. വീഡിയോന്റെ ലെങ്ത് കൂടാണ്. ഓനെ മുന്നേ പോയി എടുത്താലോ? ഓനെ പിടിച്ച് എടാ മച്ചാ നിക്ക്. എടാ ഞാൻ ഫേമസ് യൂട്യൂബർ ഒന്നല്ല. എന്റെ ആകെ 4 ആൾക്കാരെ കാണാ. എടാ കൊല്ലാനൊന്നല്ല. നിക്ക്. എടാ മച്ച എടാ എന്റെ ആകെ 4 ആൾക്കാരവിടെ കാണാം. അനസ് വ്ലോഗ് അല്ല, ഓങ്ക അത്ര നിർബന്ധമാണ് എടുക്കണ്ട. അങ്ങനെ കുറേ ടീം ഓടുന്നു, കുറേ ടീം വരണ്ടെന്ന് പറയുന്നു, ചില ടീം ഈ വീഡിയോ കട്ട് ചെയ്യണമെന്ന് പറയുന്നു, കുറേ ടീം പലതും പറയുന്നു. അപ്പോൾ എൻ്റെ ഇഷ്ടം ഞാൻ കാണിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ക്വസ്റ്റ്യൻ ചോദിക്കാൻ? വിഷയമായി ഇതിൻ്റെ മേലെ കൂടെ അങ്ങോട്ട് ചാടി കിടന്നാലോ? എനിക്ക് പെട്ടെന്ന് അപ്പുറം കിടക്കണം. എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല ഗൈസ്. ഇതെന്ത് മാനാഞ്ചിറ സ്ക്വയറാ? അത് മൊത്തത്തിലൊരു സ്ക്വയർ തന്നെയാണ്. നമ്മളിട്ട് വട്ടം കറക്കിക്കൊണ്ട് നിൽക്കുക. മോനെ ഇതൊന്ന് കറങ്ങി നടക്കാനുള്ളൊരു വകുപ്പ്. എടാ ഇതിൻ്റെ മുകളിൽ കൂടെ കൂടെ ചാടി കിടക്കാൻ. ഗൈസ് ഞാൻ വീഡിയോ കുറച്ച് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഇവർ ശരിക്കും സ്ക്വയറിലാണ് മാനേജർ സ്ക്വയർ ഉണ്ടാക്കി വെച്ചത്. അതുകൊണ്ട് നമുക്ക് കറങ്ങേണ്ട സ്ഥിതി കാരണം വീഡിയോ ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് നമുക്ക് വീഡിയോ കുറച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. അതിലാണ് വീഡിയോ ക്രോസിങ്. അപ്പോൾ അവിടെ വരെ നടക്കുന്ന ടൈം ഉണ്ടെങ്കിൽ എനിക്ക് വേറെന്താ വീഡിയോ ഇടാം. ഗൈസ് ഇവിടെ ഉള്ള മൊത്തം ക്രൗഡിൻ്റെ അല്ല, മൊത്തം അമ്മ ആ സൈഡ്. ഗൈസ് ഇത് ഞാൻ കോഴിക്കോട് വിറപ്പിക്കും, കോഴിക്കോട് കത്തും. ഗൈസ് കോഴിക്കോട് കത്തും. ഞാനിപ്പോൾ ഈ അടുത്ത് എന്തെങ്കിലുമൊക്കെ ആവും തോന്നുന്നു. ഇനി എന്നെ ആര് കാണണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് കാക്കിയാണെങ്കിലും ശരി, കഥറാണെങ്കിലും മറ്റേ ദുൽഖറൊക്കെ പറയണ മാതിരി. അപ്പോൾ ഇതിനുള്ള ഭാഗ്യം പുറത്തെത്തി ഗൈസ്. ഈ ഒലക്കമലെ മാനേജർ സ്ക്വയർ കാരണം ഞാൻ പുറത്തെത്തി. എടാ മച്ചാ, നമുക്ക് ഈ മാനേജർ സ്ക്വയറിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇത് ഇന്നിട്ട് വട്ടം കറക്കുക ഈ സ്ക്വയർ. ഞാനിപ്പോൾ എത്ര മിനിറ്റ് ആയാലും അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കണേ. നമുക്ക് എന്താ പറയാനുള്ളത്? മാനേജർ സ്ക്വയർ വളരെ മോശമല്ലേ? പിന്നെ ഈ കോഴിക്കോടിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കോഴിക്കോടിനെ കുറിച്ച്
എന്തൊക്കെയാ എൻ്റെ അഭിപ്രായം കോഴിക്കോടിനെ കുറിച്ച്? നല്ല ഫുഡ് കിട്ടും. പിന്നെ എൻ്റെ അഭിപ്രായം എന്താ? അച്ഛാ ഇതിൽ എന്തെങ്കിലും കുടുങ്ങിയുണ്ടെങ്കിൽ എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ല, ശരിക്കും ഒഴിവാക്കാൻ കഴിയില്ല. ഇതിപ്പോൾ ഇതിൽ ഞാൻ പോകേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും ഇതിൽ പോവാം. പക്ഷെ എനിക്ക് ഇതിൽ പോയേ പറ്റൂ. അവിടെ മൊത്തം ക്രൗഡുണ്ട്, അവിടെ മൊത്തം ക്രൗഡാണ് ഗൈസ്. നമ്മൾ ഒരു പ്രാങ്ക് ഷോ എടുക്കുന്ന പരിപാടിയാണ് കേട്ടോ ഗൈസ്. അല്ലോ ഇപ്പോൾ തട്ടി ഇടിഞ്ഞ് പൊളിഞ്ഞ്. അപ്പോൾ ഇവിടെ കുറേ ബസ്സൊക്കെ വന്ന് അവലൊക്കെ കുറേ കയറി പൊയ്ക്കോളൂ ഈ ബസ്സിൽ. കുറേ ടീം നമ്മളെ കളിയാക്കുന്നുണ്ട് ഗൈസ്, കുറേ ടീം. സീനാണ്. ഇനി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് അപ്പുറം എത്തിയിട്ട് ചോദിക്കുക. ഈ ക്രൗഡിലേക്ക് കയറാനുള്ളൊരു സ്റ്റാമിന എനിക്കില്ല. അപ്പുറം കിടക്കും. അപ്പോൾ ഇപ്പുറത്തൂടെ പോവാം. ഗൈസ് ഇപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുന്നില്ല. ഉള്ള പോലീസ് ജീപ്പ്. പോലീസ് എനിക്കൊരു പോലീസ് ആവണമെന്ന് ഇനി ആഗ്രഹം, പക്ഷേ അതിനും കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ എനിക്ക് യൂട്യൂബർ ആവണം. യൂട്യൂബർ ആയേ പറ്റും. മോനെ ഇവിടെ മൊത്തം ടീംസാണ്. ഹലോ എടി, എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് ആൻസർ പറയാൻ ടൈമുണ്ടോ? ഇല്ല, ഞാൻ ഇടുന്നില്ല. ഇവിടുന്ന് ഇപ്പോൾ ഞാൻ ഗൈസ് എനിക്ക് ഇനി അങ്ങോട്ടേക്കാണ് പോകേണ്ടി ഗൈസ്. അവള് ഒരു അടിപൊളി കാഴ്ചയുണ്ട്. പിന്നെ ഗൈസ് ഞാനൊരു ഈ പേപ്പറൊക്കെ വെച്ച് എടുക്കുന്ന പരിപാടിയാണ് ഈ ക്യാമറൻ്റെ മുകളിൽ. അത് ഞാൻ ഇപ്പോൾ ഒരു ട്രൈപ്പോഡ് വാങ്ങി. 200 റുപ്യേനോട് കൊടുത്തൊരു ട്രൈപ്പോഡ് വാങ്ങി. അതിനോട് ഇനി നമുക്കിങ്ങനെ ഇളക്കിയാലും പ്രശ്നമില്ല, ക്യാമറ ഫോണ് നിലത്ത് പോകില്ല. എടാ മച്ചാ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്നോട്? ഈ അക്ഷയ സെൻറ്റർ ഫസ്റ്റ് ടൈമായിട്ട് വന്ന ഏത് ജില്ലയിലാ? അറിയില്ല. നമുക്കറിയോ? അറിയില്ല. ഏതാ ആൻസർ? എന്താ അറിയോ? മലപ്പുറം എന്നാട്ടോ. ഓക്കെ. എന്തത് ആർക്കും ഒരു ക്വസ്റ്റ്യൻ ആൻസർ? നമ്മളെ അവിടെ ഉള്ള ടീം അടിപൊളിയാണ് ഗൈസ്. എൻ്റെ ഷൂവിൻ്റെ ലൈസ് കഴിഞ്ഞ് സീനായി. ഷൂവിൻ്റെ ലൈസ് കഴിഞ്ഞാൽ പണിയാ, തല അടിച്ച് പോകും. മോനെ എല്ലാവരും ഗേൾസുകളെ ഇപ്പോൾ പരമാവധി ഒഴിവാക്കി ഇവിടെ. ഗേൾസുകളെ ഫുള്ള് ഗേൾസുകളാണ്. ഫുള്ള് എൻ്റെ ചാനൽ മൊത്തം ഇപ്പോൾ ഗേൾസുകളായിട്ടുണ്ടാവും. ഇനി കുറച്ച് ബോയ്സുകളെ പിടിക്കട്ടെ. ഗേൾസുകളാണ് മൊത്തം ഉള്ളത്. അപ്പോൾ 2-3 പോലീസുകാർ ഈ വ്ളോഗിലേക്ക് കൊണ്ടുപോകാനോ? വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം അവർ 2-3 പോലീസുകാരെ എടുക്കാൻ പോയിന്. പക്ഷേ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഓലെ ജോബിനെ ബാധിക്കും. ഓലെ യൂണിഫോമിലാകുമ്പോൾ ലൈസ് ഇങ്ങനെ അഴിഞ്ഞുകൊണ്ട് നിൽക്കുക. ഒരു മിനിറ്റ് ഗൈസ്, ലൈസും കെട്ടിക്കാട്ടെ. നമ്മൾ പോവാം. ഇനി നമ്മളിങ്ങനെ നേരെ പോയ പുതിയ സ്റ്റാൻഡിലേക്ക് കയറാൻ പോണേ. ഇപ്പം നമ്മൾ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ ഭാഗത്തൂടെ ഇങ്ങനെ കറങ്ങി വന്നതാട്ടോ. അത് കയറാൻ പോകണം. ഓക്കെ, നമ്മളൊരു ചെറിയൊരു പ്രാങ്ക് ഷോ എടുക്കാൻ വന്ന സംഭവം. പക്ഷേ എന്തൊക്കെ ക്വസ്റ്റ്യന് പ്രാങ്ക് വളരെ വേറൊരു മോഡലായി മാറിയിട്ടുണ്ടാവും ഈ വീഡിയോ. പിന്നെ വളരെ നോയ്സ് ഉള്ളതിനോട് ഇതൊന്നും കേൾക്കുമെന്നും അറിയില്ല. പിന്നെ ഓരോരുത്തരെ പെർമിഷനോട് കൂടിയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, വളരെ പ്രത്യേക മോഡലാണ് നമ്മൾ ചാനൽ കൊണ്ടുവരുന്നത് കേട്ടോ. മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്ത് തരണം. മാക്സിമം ഈ പൊതുജനങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ പോയിട്ടുള്ള വീഡിയോ ആണ് ഇത് കേട്ടോ. ഹായ് ബ്രോ. മോനെ ഇതിൽ പോയാൽ നമ്മുടെ ബീച്ചിലേക്ക് പോണ റോഡാണ് കേട്ടോ. ഇത് കോഴിക്കോട് ടൗണാണ്, സിറ്റി, കോഴിക്കോട് സിറ്റി. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവാം. കുറേ ആൾക്കാരുണ്ട്. യെസ് വ്ളോഗാ. നിങ്ങളെ പേരെന്താ? അഭിനന്ദ്. ഓക്കെ, മച്ചാനെ വ്ളോഗാണോന്ന് ചോദിച്ചത്. അതെ മച്ചാ, വ്ളോഗാണ് ഗൈസ്. തട്ടി ഗൈസ്, എൻ്റെ ഭാഗത്താ തെറ്റ്. ഞാൻ റോങ് ആണ് കയറി വന്നത്.
ഞാൻ ഇതിൽ നടക്കാൻ പറ്റൂല, എനിക്ക് അപ്പുറത്തൂടെ ഫുട്പാത്ത് ഉണ്ട്, അതിലാണ് പോകേണ്ടത്. ഞാനിപ്പോൾ ഏതായാലും ഇപ്പുറത്തെത്തി, ഞാൻ അപ്പുറത്തേക്ക് കിടക്കാം. ഏയ് തനാണ് ഒരു പൂത്തരാമോ. ഒന്ന് അപ്പുറത്തേക്ക് കിടന്നിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടീന്. ഒന്ന് അപ്പുറത്തേക്ക് ഇപ്പം ഇങ്ങനെ കടക്കത്. എന്താ ചെയ്യാ? ഓ ഞാനാണെങ്കിൽ ഇപ്പം ഏകദേശം ടൈം ഞാൻ പറഞ്ഞുതരേ. ബായ്. നല്ല അടുത്താണ്. ഇതൊരു യൂട്യൂബാ, അനസ് വ്ലോഗ് 21. സബ്സ്ക്രൈബ് ചെയ്യില്ലേ? കത്തിക്കൂലേ? നിങ്ങളെ പേരെന്താ? നാസിർ. നിങ്ങളെ പേരെന്താ? ആദിൽ. എൻ്റെ പേരെന്താ? സിനാൻ. എൻ്റെ പേരെന്താ? ഫുവാദ്. ഓക്കെ. അന്നെ ഇന്നലെ കണ്ടിന്യത്? ഓക്കെ. ഞാൻ ഡെയിലി വീഡിയോ ഇടും. അന്നെ ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ കണ്ടമാതിരി, അതാ ചോദിച്ചത്. കണ്ടന്റ് ഇങ്ങനെ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ഒരു പ്രത്യേക മോഡലാണ് ചാനൽ കൊണ്ടുവരുന്നത്. ഇതുവരെ ആരും കൊണ്ടുവരാത്ത മോഡൽ, വെറൈറ്റി ആക്കിയിട്ട്. ഇതുവരെ ആരും കൊണ്ടുപോകുന്നുണ്ടാവില്ല. ഞാനേക്ക് ഫസ്റ്റ് ടൈം ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടാവും. പിന്നെ തൊപ്പിയും കൂടെ കൊണ്ടുപോയിട്ടുള്ളൂ. നാട് കോഴിക്കോട്, ഇവിടെ തന്നെ. ഓക്കെ, നമുക്ക് ഈ കോഴിക്കോട് കത്തിക്കണോ? ഓക്കെ 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 ഓക്കെ. തട്ടി തട്ടി നമ്മൾ ഈ സൈഡിൽ കൂടെ കയറേണ്ടത്, പക്ഷെ എന്ത് ചെയ്യാനാ? ബൈ ടീക്കേ. ഓ പൊഞ്ചിരി. ഇതെന്താ പരിപാടി? ചെവിത്തോണ്ടി. ചെവി തന്നെ കേൾക്കണില്ല. അപ്പോ എന്തൊക്കെ ബിസിനസ് അവിടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കണേ. പലരും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല കളികളാണ് കളിക്കുന്നത്. നമ്മളാണെങ്കിൽ യൂട്യൂബ് കളിയാണ് നമ്മൾ കളിക്കുന്നത്. നമ്മൾ വെറൈറ്റി ആക്കിയിട്ടാണ് കളിക്കുന്നത്. ഇതുവരെ ആരും കളിക്കാത്ത മോഡലാണ് കളിച്ചുകൊണ്ട് വരുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഇന്ന് പോയിട്ട് ഇപ്പോൾ വീഡിയോ ഇട്ടു കേട്ടോ. ഇപ്പോൾ സമയം എത്രയായി അറിയോ? സമയം 5:26. 5 മണിക്ക് ഇനി വീഡിയോ ഇടണ്ടീന്. 5 മണിക്ക് ഇനി വീഡിയോ ഇടണ്ടീന്. കുറച്ച് വെള്ളം ദാഹിച്ചിട്ട് വയ്യാം. ഇവിടെ കുറച്ച് വെള്ളം കുടിക്കാം നമുക്ക്. ഇനി വ്ളോഗ് എടുക്കണമെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കണം. ഇവിടെ വെച്ചാൽ കുടിക്കാൻ എന്താ ഉള്ളത്? ഓറഞ്ച്, മുസംബി, പൈനാപ്പിൾ, ഗ്രേപ്പ്. ഓക്കെ ഓക്കെ. ഓ താങ്ക്സ് മച്ചാ. ഓക്കെ. ഒരു ജ്യൂസ് കുടിച്ചപ്പോൾ തന്നെ എനർജി ആയി, മൊത്തം എനർജി. അവിടെ ഒരു കരിപ്പടക്കേരി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ സ്ഥിതി. നമ്മളിനിപ്പോൾ എന്താ പ്രാങ്ക് ചെയ്യണോ? പ്രാങ്ക് ഇപ്പം എന്താ ചെയ്യാൻ? അവിടെ വരണോ? ഇതൊരു ചെറിയ യൂട്യൂബ് ചാനലാണ്. അത് പ്രാങ്ക് ഷോ എടുത്ത് പോവാം, അത്രേ ഉള്ളൂ. പ്രാങ്ക് ചെയ്യാൻ എന്തെങ്കിലും പ്രാങ്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതൊരു പുതിയ മോഡൽ യൂട്യൂബ് ചാനലാണ്, പുതിയ മോഡൽ. എനിക്ക് ഇന്നെ കൊണ്ട് പറ്റുന്ന മാതിരി ചെയ്തുകൊണ്ട് വരും. അപ്പം നിങ്ങളത് സപ്പോർട്ട് വേണം. ഇത് മൊത്തം എറണാകുളമുള്ള ടീംസാണ്. പൊളിക്കിട്ടോ. ഓക്കെ, മൊത്തം എറണാകുളം മൊത്തം എൻ്റെ കയ്യിലായിപ്പോൾ. ഇനിയിപ്പോൾ എറണാകുളത്ത് പോയാൽ നമുക്ക് കുറേ പിടിപാടുണ്ട്. ബാക്കിൽ പിടിപാട് സെറ്റായി. എറണാകുളം ടീംസ് നമ്മുടെ കയ്യിലാണുള്ളത്. ഇനി നമ്മൾ റിട്ടേൺ ഇപ്പോൾ KSRTC പുതിയ സ്റ്റാൻഡ് ഏരിയയിലേക്ക് എത്തി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സ്ഥിതി. ഈ വീഡിയോൻ്റെ ഫസ്റ്റ് ടൈം ഫുൾ അടിപൊളിയായിരിക്കും. ഇനി നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ അടിപൊളിയാക്കാൻ പോവാണ്. അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. ഓക്കെ. ഓ എൻ്റെ പേരെന്താ? കൃത്തിക് റോഷനോ? ചാനൽ അനസ് വ്ലോഗ് 21. ഓക്കെ. ഒരു ചെറിയ കുട്ടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എൻ്റെ പേരെന്താ? പേര് പറഞ്ഞോ? യൂട്യൂബ് ചാനലാ? പറഞ്ഞോ പറയ്. ഇത്ര നാണോ? ഓക്കെ. ചെറിയ കുട്ടികൾക്ക് ഭയങ്കര നാണം.
അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ നടന്നു പോവാനുണ്ടോ? എല്ലാവരും വിചാരം ഞാൻ ലക്ഷറിയാണെന്നാണ്. നമ്മളെ അക്കൗണ്ട് ബാലൻസ് ഒക്കെ വളരെ കുറവാണ്. വളരെ കുറവ് പറഞ്ഞാൽ അതിലൊന്നും ഒന്നുമില്ല, അക്കൗണ്ടിലൊന്നും ഒന്നുമില്ല. നമ്മൾ തുടങ്ങി വരുന്നുള്ളൂ. ട്രൈ അഗൈൻ, ഫെയിൽ അഗൈൻ, ട്രൈ ബെറ്റർ. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലാണ്. കോഴിക്കോട് സിറ്റിയിൽ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലാണ്. ഇത് അവിടെ ഇങ്ങനെ നോക്കി ഞങ്ങൾ കാണാം. ആ ചുവപ്പ് വണ്ടിയൊക്കെ കണ്ടില്ലേ? മറ്റേ AC ഉള്ള KSRTC ഇല്ല, അതിലൊന്നും അത്രയും കാലമായിട്ട് കയറിയില്ല. AC ഉള്ള ഇൻ്റർസെപ്റ്റർ പോണേ. മൂടാക്കി, ഇൻ്റർസെപ്റ്റർ പോയി. ഇൻ്റർസെപ്റ്റർ എനിക്ക് ഡ്രീം ബൈക്കാണ് ഇൻ്റർസെപ്റ്റർ. ഇൻഷാ അല്ലാഹ് ഓരോ സിംഗ് ഇൻ്റർസെപ്റ്റർ എടുക്കണം. മൂടാക്കി. എനിക്ക് ഈ വണ്ടികളോട് ഭയങ്കര ക്രൈസാണ്. വണ്ടികളോട് പ്രത്യേക തരം ക്രൈസാണ്. അതും പ്രത്യേകിച്ച് ഈ ബൈക്കുകളോട് എനിക്ക് ഭയങ്കര ക്രൈസാണ്. ബൈക്ക് മാത്രമേ ഓടിക്കാൻ അറിയുള്ളൂ, കാർ ഓടിക്കാൻ പഠിച്ചില്ല. അപ്പോൾ അങ്ങനെ പോവാണ് കേട്ടോ. വീഡിയോ കുറച്ച് സ്റ്റോപ്പ് ചെയ്യട്ടെ. ഇതാണ് നമ്മൾ KSRTC സ്റ്റാൻഡ്. ഇതാ അവിടെ ഇങ്ങനെ നോക്കിയാൽ കാണാം. കണ്ടില്ലേ? KSRTC ബസ് ടെർമിനൽ കോംപ്ലക്സ്. അവിടെ ഫുള്ള് അലുവൻ്റെ കളിയും ചിരി. വീഡിയോ എടുക്കുക അലുവൻ തിന്നാന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇതൊരു യൂട്യൂബ് ചാനലാണ്. ഓക്കെ, നിങ്ങളെ പേരെന്താ? സലീം. നിങ്ങളെ പേരെന്താ? സുദീഖ്. അപ്പോൾ ഒരു തരികില പ്രോഗ്രാം, പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുക, അങ്ങനത്തെ ഓരോ പരിപാടികളോ പ്രത്യേക തരം ചാനലാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ അറിയോ? ഈ അക്ഷയ സെൻറ്റർ ഫസ്റ്റ് ടൈമായിട്ട് വന്ന ജില്ല ഏതാ? ഈ 14 ജില്ലയിൽ അക്ഷയ സെൻറ്റർ ഇല്ലേ, അത് ഫസ്റ്റ് ടൈമായിട്ട് വന്ന ജില്ല ഏതാ? അല്ല, മലപ്പുറത്താ. ഓക്കെ, ഞാൻ പോയി. അതാ എനിക്ക് പോയി അടുത്ത് അറിഞ്ഞ അറിവാണ് നിങ്ങളോട് പങ്കുവെച്ച്. എനിക്കും അറിയില്ലേനി. അപ്പോൾ ഞാൻ ഈ അടുത്ത് പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, തെറ്റ് പറഞ്ഞാലൊന്നുമില്ല. ശരി പറഞ്ഞാൽ ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട്. ഞാൻ പോയി. തെറ്റ് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് അവിടെ ചോദിച്ചത്. അതെന്തെടുക്കണ്ടേ? അങ്ങനെ എടുക്കാൻ പറ്റില്ല, ഇത് വേറെ ടൈപ്പ് ചാനലാണ്. ഇത് ഗൈസ്, ഇവിടെ കോപ്പിറൈറ്റ് വരുന്ന കാരണം കൊണ്ട് പാട്ട് സ്റ്റോപ്പ് ചെയ്ത്. അതുകൊണ്ട് ഇവിടെ പ്രത്യേക തരം അലുവകളുണ്ട്. ഇതെന്തലുവാണ്? ഇത് പൈനാപ്പിള്, അനാറ്, ഇത് ഇളന്നി. ഇത് നമ്മുടെ കറുത്തലുവ. കോഴിക്കോടിന്റെ ആദ്യത്തെ പ്രഥമ രൂപമാണ് ഈ കറുത്തലുവ ആണല്ലേ? ഓക്കെ. ഇത് KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിലാട്ടോ ഈ കട വരുന്നത്. ഈ കടന്റെ പേര് വൈബ് എന്നാണ്. അപ്പോൾ നമ്മളെ പിടിച്ച് കയറ്റിയതാട്ടോ പ്രൊമോഷൻ ചെയ്യാൻ. അപ്പൊ നിങ്ങളെ പേരെന്താ? ഫഹദ്. ഓക്കെ, അപ്പൊ ഇത്ര ചെയ്താൽ പോരെ? നമ്മള് പോട്ടെ. ഓക്കെ. അനസ്ലോഗ് 21 അടിച്ചാൽ മതി. സ്പേസ് ഉണ്ടാണ്ട്. അപ്പൊ പിന്നെ കാണാം. നമ്മൾ വെറൈറ്റി ആയിട്ട് ചാനൽ കൊണ്ടുവരും. നമ്മൾ പൊതുജനങ്ങളെ നമ്മൾ സഹായിക്കും, ഉറപ്പായിട്ട് സഹായിക്കും. ഓക്കെ. എന്താ ചെയ്യാൻ? നമ്മൾ ഈ വ്ളോഗ് എടുത്ത് ഇങ്ങനെ വരുമ്പോൾ നമ്മളെ പിടിച്ച് പ്രൊമോഷന്റെ ഇതിൽ കയറ്റി. ഭയങ്കര സീനായി ഗൈസ്, ഭയങ്കര സീന്. ഇന്ത്യ മോനെ, എന്തൊക്കെയാ അവിടെ നടക്കുന്നത്? എനിക്കൊന്നും വ്ളോഗ് എടുത്ത് ഇവിടുന്ന് ഇതാണ് പറഞ്ഞത്. ഞാൻ ഇങ്ങനത്തെ ഈ വ്ളോഗൊക്കെ ഇടാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരിക്കൊന്നുമില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വ്ളോഗ് എടുത്ത് പോകാന്ന് വെച്ചോ, നമ്മൾ ഒന്നെങ്കിൽ പ്രാങ്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോരുത്തർ വന്ന് നമ്മളെ കൊളാക്കിയിട്ടുണ്ടാവും, ഫുള്ള് കൊളാക്കിയിട്ടുണ്ടാവും. ജോ എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ KSRTC ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് ഇങ്ങനെ വരും കേട്ടോ. ഫുൾ സൺലൈറ്റ് ഇങ്ങനെ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കാഴ്ച കിട്ടീന്. അമ്മോ, ഇപ്പോൾ ഇടിച്ച് തട്ടി മറിയാനും. നമ്മളിങ്ങനെ പോയിട്ട് നമ്മളപ്പുറത്തെത്തിയിട്ടാണ് വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രൊമോഷൻ ചെയ്ത വീഡിയോ. പ്രൊമോഷൻ ചെയ്തത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലൂടെ പ്രൊമോഷൻ ചെയ്തീനി. എല്ലാം ഇവിടെ വേറെ ആളെ ഉള്ളൂ ഇനി. അപ്പോൾ ഓലിനെ പിടിച്ച് കയറ്റി ഒരു ചെറിയൊരു പ്രൊമോഷൻ ചെയ്തീനി അവിടെ. എന്താ ഇനി ഇവിടെ ചെയ്യാനൊന്നുമില്ല. ഇവിടെ എന്തെടുക്കണ്ടേ? അല്ല, ഇവിടെ കൂട്ടി ഇത് മൊത്തം എടുത്തതാ. എനിക്ക് ഒരു അലുവന്റെ ചെറിയൊരു പീസൊക്കെ തന്നീനി അന്ന്. ഒന്നുകൂടി എടുക്കണോ?
എല്ലാം കൊടുക്കോ? ഇതിൽ യൂട്യൂബിലിടുന്നത്. നിങ്ങളെ പേരെന്താ? എന്റെ പേര് സൂപ്പി എന്ന് പറയും. സൂപ്പി. ആ. എന്റെ പേര് അനസ്. അനസ്. ഓക്കെ, എന്നാ ഇവിടെ ഞാൻ പോട്ടെ. ഇതിപ്പോ അലുവ എന്തായാലും ഇട്ടിക്കണില്ലേ, എന്റെ ചാനലിൽ ഇട്ടിക്കണ്. ഒന്നുകൂടി ഇടോ. അണ്ടിപ്പരിപ്പുള്ള അലുവ ഉണ്ട്, പൈനാപ്പിള്. ഇതെന്താണ് സ്പെഷ്യൽ യെല്ലോ അലുവ. നമ്മ ഈ ഗ്ലാസ് തുറന്നാ എനിക്കത് വായിക്കേനി. അനാർ അലുവ, ഡ്രൈ ഫ്രൂട്ട് അലുവ, ചോക്ലേറ്റ് അലുവ. എന്താണ് സ്പെഷ്യൽ ഗ്രീൻ അലുവ. സ്പെഷ്യൽ ഗ്രീൻ അലുവ കേട്ടോ. സ്പെഷ്യൽ ഗ്രീൻ അലുവ. മോനെ സ്പെഷ്യൽ ഗ്രീൻ. സ്പെഷ്യൽ പറഞ്ഞാല് പച്ചയില് പച്ച ഗ്രീൻ. അതെ, ബ്ലാക്ക് മസാല അലുവ. ബ്ലാക്ക് മസാല അലുവ. പിന്നെ ഫ്രൂട്ട് അലുവ. ഓ ഇത് അങ്ങോട്ടും ഉണ്ട്. ഇത് മറ്റേ ഗ്ലാസ് അല്ലേ? 5 തട്ടോളം 5 തട്ടോളം ഉണ്ട്. 1 2 3 4 5 തട്ടോളം. പക്ഷെ ഉള്ളോട്ടേക്ക് അല്ലോ ഇന്നൊക്കെ കാണുന്നുണ്ടല്ലോ അതില്. ഞാനതാ നമ്മളൊരു പ്രത്യേക തരികിട പ്രോഗ്രാം നടത്തുന്ന ചാനലാ. അപ്പോൾ അലുവ ഉണ്ടായിക്കോട്ടെ, കളറായിക്കോട്ടെ. അതെ, പൊള്ളിക്കും. ഇത് അലുവ എന്തായാലും ഇവിടെ ഫുള്ള് എടുപ്പിച്ചത് ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു. നിങ്ങളെ ഫോണുണ്ടോ? എന്റെ ചാനലടിക്കും. അപ്പോൾ ഞാൻ അവിടെ പോയി ഇടുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ എല്ലാവരും ബെൽ ബട്ടൺ എന്ന് പറഞ്ഞ സാധനം നെക്കിയിടുന്നോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, എൻ്റെ ചാനൽ പറഞ്ഞുതരാം ഗൈസ്. എൻ്റെ ചാനലും പറഞ്ഞു കൊടുത്താട്ടെ. അലുവ ഒക്കെ തന്നെ. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു പീസ് അലുവ നിങ്ങൾ തരുമോ? ഓക്കെ, തരൂല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു ചെറിയൊരു പീസ് അലുവ തരുന്ന കാഴ്ചയാണ് ഞാൻ കാണാൻ പോണത്. എനിക്ക് അങ്ങനെ താല്പര്യമൊന്നുമില്ല. നിങ്ങൾ താല്പര്യം വെച്ച് ഒരു സ്പെഷ്യൽ അലുവ നിങ്ങൾ തന്നാൽ മതി. ഒരു അൽഹംദുലില്ലാ ഞങ്ങൾ റാഹത്തിൽ ഏത് അലുവ നിങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നത്? എൻ്റെ പേരും കൂടി പറയണോ എനിക്ക്? ഇത് ഡ്രൈ ഫ്രൂട്ട് ഇല്ലാത്ത പഴത്തിന്റെ അലുവയാണ്. അപ്പൊ ഗൈസ് എനിക്ക് പഴത്തിന്റെ ബനാന അലുവയാണ് തരാൻ പോണത്. എനിക്ക് വലിയൊരു പീസ് വേണം, ചെറിയൊരു പീസ് മതി. ചെറുത് മതി, വളരെ ചെറുത്. അത്ര മതി. അമ്പോ തന്നെ വലിയൊരു പീസാണ് തന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്റെ ചാനൽ അടിക്കും. ഞാൻ പറഞ്ഞുതരാം. ചാനൽ അടിക്കും, ഫോൺ അടിക്കും. ഹൽവ വാല. ഓക്കെ, അനസ് വ്ലോഗ് 21 എന്ന് അടിച്ചാൽ മതി. യൂട്യൂബ് അടിക്കും. നമ്മൾ ചുവപ്പ് സാധനമല്ലേ യൂട്യൂബ്? ഒരു ചുവപ്പിൽ ഒരു പുള്ളിക്കുത്തായിട്ടുള്ള ഇതാണ് നമ്മളെ യൂട്യൂബ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ സൈഡിൽ ഈ സാധനം എടുക്കും. സാധനം എടുത്തിട്ട് അനസ് വ്ലോഗ് 21. അല്ലോ, വേറെ എന്തൊക്കെ? അനസ് വ്ലോഗ് 21. അതെ, അടാ ഞാൻ വന്നില്ലേ? എങ്ങനെയുണ്ട്? അതാണ് ഞാന്. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു വന്നേ. ഓടെ ഇതിപ്പം പോയിട്ടിടൂ. അപ്പൊ അടിപൊളി ടേസ്റ്റുള്ള അലുവയാണ് കേട്ടോ ഗൈസ്. അടിപൊളി ടേസ്റ്റ്, വെറുതെ പറയൊന്നുമല്ല. അടിപൊളി ടേസ്റ്റ്. 40-ൽ പരം അലുവകളുണ്ട് ഇവിടെ. 40-ൽ പരം അലുവകളുണ്ട് ഇവിടെ. ഓക്കെ, കോഴിക്കോട്ടെ ഏറ്റവും നല്ല ഷോപ്പാണിത്. ഓക്കെ. എത്രയോ പേര് അലുവ ഈ ഷോപ്പ് അന്വേഷിച്ച് വരികയും അലുവ വാങ്ങി വളരെ സംതൃപ്തിയോട് കൂടി ഈ സ്റ്റാളിൽ നിന്ന് പോകുന്നു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ. നിങ്ങളാണ് ഈ വ്ളോഗിൽ കളറായത്. ഓക്കെ, എന്നാ പോട്ടെ ഞാൻ. താങ്ക് യു. ഓക്കെ, ഇതിപ്പം എവിടെ കണ്ടു? അപ്പൊ നമ്മളെന്താ മറക്കല വരിക? ഈ ബെൽ ബട്ടൺ ഇല്ലേ, ഇതെടുക്കുക. ഇവിടെ ഈ ഓള് നോക്കിയിടുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഇങ്ങനെ താത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ക്ലിയർ അടിക്കുക. പിന്നെ ഇവിടെ ഞാൻ ഇപ്പോൾ വീട്ടിൽ പോയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഒരു സാധനം വന്നിട്ടുണ്ടാവും. ഒരു സംഗതി വരും. ഇതിപ്പോൾ ഇപ്പം ഇങ്ങനെ അല്ലേ ഉള്ളത്, ഇവിടെ എന്തെങ്കിലും ഒരു സംഗതി വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ വീട്ടിൽ പോയിട്ട് ഇടും. ഓക്കെ, ടാറ്റ. അടിപൊളി അലുവ. എൻ്റെ മോന ഇടുതന്നെ അലുവ. എൻ്റെ മോന ഇരിക്കല്ലോ മോന. ഇടണോ? പേരെന്താ? പേര് പാർത്തി. വൈശാഖ്.
ഇവിടെ പേരെന്താ? അർമാൻ. വെറൈറ്റി പേരാണല്ലോ. അതെ, ഇവിടെ ആരും ഉണ്ടല്ലോ. ഇനി ഞാൻ പോട്ടെ. ഓക്കെ, ചിൽ ബഡീസ്. രശ്മിത. പിന്നെ ഇവിടെ എന്താ? കൃഷ്ണേന്ദു, സന്ദീപ് ആണ്. ഓക്കെ, എന്നാ പോയി ടാറ്റാ. അതാ പറഞ്ഞേ, നമ്മൾ ഈ ക്യാമറ എടുത്ത് പോകുമ്പോൾ വെറൈറ്റി ടീംസ്. അടിപൊളി അലുവ കേട്ടോ ഗൈസ്, അടിപൊളി അലുവ. അലുവൻ്റെ കള്ളിയും ചിരി അവിടെ ഉള്ളത്. മോനെ ടേസ്റ്റ് കൊണ്ട് ടേസ്റ്റ്. നമ്മൾ ഈ ട്രൈപ്പോഡ് കുടിക്കുക കാരണം ഇനി കുറേ ലോങ് ടൈം വീഡിയോ എടുക്കാം. ഇതിങ്ങനെ ഇളകൊന്നുമില്ല, ഇളക്കിയാലും വെക്കൂല. ചിരിക്കുന്നവരാണ് നിങ്ങളിപ്പോൾ ചിരിച്ചില്ലേ? ചിരിക്കുന്നവര് നമ്മൾ അപ്പുറം കിടക്കാം. ഈ സൈഡിൽ മൊത്തം ക്രൗഡ്. അപ്പുറത്തേക്ക് കിടക്കുമ്പോൾ എൻ്റെ മോനെ ഒരു താറ് വരുന്നുണ്ട്. മാഷാ അല്ലാഹ്, ഇത് എന്തായാലും ഡ്രീം വണ്ടിയാ. താറ് പോണോ ഗൈസ്? ഒരു താറ് ഇൻഷാ അല്ലാഹ് ഒരു ദിവസം താറെടുക്കണം. കയ്യുമായിരിക്കും താറെടുക്കാൻ. ഗൈസ്, ആ ലുക്കൊക്കെ ഇല്ലേ? ലുക്കിനൊന്നും ഒരു കുറവില്ലല്ലോ. നമ്മളെ ഈ വ്ളോഗ് എടുത്ത് വരുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ മുഖമൊക്കെ പൊത്തി പോകുന്നുണ്ട്. ഇതെങ്ങനെ മുഖം ഇങ്ങനെ പൊത്തി പോവാ. ഇങ്ങനെ പൊത്തി പോവാ. ഞാനും ഓരോ മുന്നിൽ നിന്ന് ഇങ്ങനെ പൊത്തി പോട്ടെ. ഞാനും അങ്ങനെ പൊത്തി പോവാ. ഗൈസ്, വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിലെങ്ങനെ എടുത്തീന് കേട്ടോ. ഇടിക്കല്ലേ ഇതോ യൂട്യൂബ് ചാനലാ മോനെ. യൂട്യൂബ് ഇത് യൂട്യൂബ്. സ്റ്റാൻഡ് കയറട്ടെ? പൈസ തരില്ല. കാലിക്കറ്റ് അടിപൊളി കളറ്. ഓ, എന്റെ ചാനലിന്റെ പേര് അനുസ്ലോഗ് 21. ഓക്കെ, ഇതിപ്പടു. ഓ പൊളി ഗൈസ്, മൊത്തം അടിപൊളി ടീംസ്. ഗൈസ്, ഇന്നെ ബസ്സിലേക്ക് വിളിക്കുന്നുണ്ട്. കേറട്ടെ? ഭാഗ്യോ. നോക്കി, ഇന്നെ പിടിച്ച് ബസ്സിലേക്ക് കയറ്റിയത്. ഞാനൊരു ബ്ലോഗറാ. അപ്പോൾ ഞാൻ സ്റ്റാൻഡിൽ ഇറങ്ങും കേട്ടോ. ഓക്കെ, നിങ്ങളെ പേരെന്താ? നസീർ. മുഫീർ. ഓക്കെ. ഓ, ഇത് ലൈവല്ല. എന്തൊക്കെയൊക്കെയാണ് ബ്ലോഗിലുള്ളത്? ഏഞ്ചൽ അല്ലേ? ഏഞ്ചൽ എന്നാ ബസ്സിന്റെ പേര് കേട്ടോ. ബസ്സിന്റെ പേര് ഏഞ്ചൽ. ഓ, ബസ്സിന്റെ പേര് ഏഞ്ചൽ എന്നാണ് കേട്ടോ. ബസ്സിൽ കുറെ ആൾക്കാരുണ്ട്. ആണല്ലേ? ബസ്സിൽ മൊത്തം ആൾക്കാരാണ്. മോനെ, അവിടെ ഇറങ്ങട്ടെ. ഓക്കെ, ഇറങ്ങു. ഞാൻ ഇറങ്ങ. സിഗ്നലിലുള്ള ആള് ബസ് കയറിയിട്ട് ഇവിടെ എത്തി ഗൈസ്. എൻ്റെ മോനെ ഇടിച്ചപ്പോ പഞ്ചറായിന്. ഇനി നമ്മുടെ ബസ് അവിടെ നിന്ന് കിട്ടുട്ടോ. അമ്മോ, എടന്നപ്പാറ ബസ്സാണ്. അമ്മോ, എൻ്റെ ബസ് എവിടെ? അത് നമുക്ക് ഈ പാലം കയറി അപ്പുറത്തേക്ക് ഇറങ്ങാം. ഈ പാലം കയറി അപ്പുറത്തേക്ക് ഇറങ്ങിയാൽ പൊളിക്കും. മീനിൻ്റെ മുകളിൽ കൂടെ പോവാം ഗൈസ്. ഞാൻ പാലത്തിൻ്റെ മുകളിലുള്ള മൊത്തം ഫുൾ പാലം ടീംസ്. ഇവിടെ മൊത്തം ഇത് പുതിയ സ്റ്റാൻഡിലാണുള്ളത്. ഈ പുതിയ സ്റ്റാൻഡ് മൊത്തം കത്തും. അമ്പോ, ഈ വ്ളോഗ് അടിപൊളി വ്ളോഗ് ചെയ്യിട്ടോ. ഈ വ്ളോഗിൽ എന്തൊക്കെയൊക്കെയാണ് അറിയുള്ളത്? ക്വസ്റ്റ്യൻ ഉണ്ട്, അലുവ ഉണ്ട്, വ്ളോഗ് ഉണ്ട്, പ്രാങ്ക് ഉണ്ട്, ഏലക്കായ ഉണ്ട്, എന്തൊക്കെയൊക്കെയാണ് വ്ളോഗിലുള്ളത്.
ഗൈസ് വേർത്ത് ഭയങ്കര സീനായി ഗൈസ്. ഗൈസിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പിക്കില്ലേ, അത് ഇവിടുന്ന് എടുത്തതാ. ഇതാ ഈ എന്താണ് ഇൻഡോർ സ്റ്റേഡിയം ഭാഗത്തേക്ക് അവിടെ ഇവിടുന്ന് ഒരു പിക്ക് എടുത്തിന് ഇൻസ്റ്റഗ്രാമിൽ ഒരു പിക്ക് നോക്കിയാൽ ഇവിടെ ഉള്ള പിക്ക് ഉണ്ടാവും. അപ്പോൾ മാക്സിമം ലൈക്ക് അടിക്കണം കേട്ടോ, മാക്സിമം ലൈക്ക്. എനിക്ക് യൂട്യൂബർ ആയാൽ പറ്റൂ, എൻ്റെ വാശിയാണ് യൂട്യൂബർ ആവണമെന്ന്. എന്നെക്കൊണ്ട് പറ്റുന്ന മാതിരി കണ്ടൻ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഈ പൊതുജനങ്ങൾ ഇനിയിപ്പോൾ യൂട്യൂബിൽ നിന്ന് ഞാൻ വൈറലായാലും പൊതുജനങ്ങൾ ഉറപ്പായിട്ട് ഞാൻ സഹായിച്ചിരിക്കും, ഉറപ്പായിട്ട് സഹായിക്കും. ഓരോ കാരണമാണ് ഞാൻ ഈ നിലയിലെത്തിയത്. അപ്പോൾ ഓരോ എന്തായാലും സഹായിക്കും. ഞാൻ വന്ന വഴി മറക്കുന്ന കൂട്ടത്തിലേ അല്ല. അപ്പോൾ നമ്മൾ ആ സൈഡിൽ നിന്ന് ഇപ്പോൾ ക്രോസ് ചെയ്ത് നമ്മൾ ഈ സൈഡിലൂടെ അങ്ങനെ ഇറങ്ങിട്ടോ, ഈ സൈഡിലൂടെ ഇറങ്ങാണേ. ഒമ്പോ ഇറങ്ങി. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കോളേജ് ഓറഞ്ച് എന്താ കിലോ എന്താ വില? ഓറഞ്ച് 50 റുപ്യ. ഒന്നുകൂടി വില കുറയ്ക്കുകയാണെങ്കിൽ എൻ്റെ വ്ളോഗ് കണ്ടിട്ട് ആരെങ്കിലും വാങ്ങാൻ വരും. ഒന്നുകൂടി ഡിസ്കൗണ്ട് ഉണ്ടോ? ഇല്ല, ഇതൊരു തരികിൻ്റെ പ്രോഗ്രാമാണ്. ഓറഞ്ച് കിലോ 50 റുപ്യ. അല്ല, നമ്മളെ ബസ് വന്ന് അതാ ചോക്ലേറ്റ് ബസ് നമ്മളതാണ് കേട്ടോ. ചോക്ലേറ്റ് ബസ് നമ്മളതാണ്. ബസ് കയറട്ടെ. ഗൈസ് ബസ് കയറണം. ചോക്ലേറ്റ് ബസ് നമ്മളതാണ്. ഓക്കെ, നമ്മൾ ബസ് കയറിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ മാക്സിമം ലൈക്ക്. ഓക്കെ, ടാറ്റ.